മുതലപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണൽ നീക്കുന്നതിന്റെ ഭാഗമായുള്ള പൊഴിമുറിക്കൽ പൂർത്തിയായി. 130 മീറ്റർ നീളത്തിലടിഞ്ഞ മണൽത്തിട്ടയിൽ 13 മീറ്റർ വീതിയിലും 3 മീറ്റർ ആഴത്തിലുമായാണ് പൊഴിമുറിച്ചത്. ഇതിലൂടെ അകത്തെത്തിക്കുന്ന പുതിയ ഡ്രഡ്ജർ ഞായറാഴ്ചയോടെ പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷ. മുതലപ്പുഴയിൽ നിലവിലുള്ളതിനേക്കാൾ പ്രവർത്തനക്ഷമതയുള്ള ഡ്രഡ്ജറാണ് കണ്ണൂരിൽ നിന്നും എത്തിച്ചിട്ടുള്ളത്. നിലവിലെ ഡ്രഡ്ജർ ഒരു ദിവസം കൊണ്ട് 1000 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റുമ്പോൾ പുതുതായി എത്തിച്ച ചന്ദ്രഗിരി എന്ന ഡ്രഡ്ജർ മണിക്കൂറിൽ 400 ക്യൂബിക് മീറ്റർ മണ്ണ് മാറ്റും. ഈ ഡ്രഡ്ജറിനെ മണലടിഞ്ഞ ഭാഗത്തേക്ക് എത്തിക്കുന്നതിനായാണ് പൊഴി മുറിച്ചത്. ഞായറാഴ്ചയോടെ ചന്ദ്രഗിരി പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും. മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ട പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് മുതലപ്പുഴയിൽ നടക്കുന്നതെന്നും പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉടനുണ്ടാകുമെന്നും വി ശശി MLA പറഞ്ഞു. 177 കോടി രൂപയുടെ പ്രോജക്റ്റ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ സഹായത്തോടുകൂടി നമ്മൾ അതിൻ്റെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി ടെൻഡർ ചെയ്തു. വർക്ക് ഈ മെയ് മാസം 20-ാം തീയതി തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ജനപ്രതിനിധി നമ്മുടെ സമരസമിതിയുമായി നടത്തിയ ചർച്ചയുടെ അന്ന് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് 20-ാം തീയതി എൻ്റെ പ്രവർത്തന ഉദ്ഘാടനം നടക്കും. അതേസമയം പൊഴി മുറിക്കുന്നതിന് മുൻപായി കരയിൽ നിക്ഷേപിച്ച മണൽ ഇവിടെ നിന്നും മാറ്റണമെന്ന് പ്രദേശവാസികളിൽ ചിലർ ആവശ്യപ്പെട്ടു. ചില ഉദ്യോഗസ്ഥരുടെ അലംഭാവമാണ് മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നും ഇവരുടെ പ്രവൃത്തികളാണ് സർക്കാരിനാകെ കളങ്കമുണ്ടാക്കുന്നതെന്നും സമരസമിതി കൺവീനർ ബിനു പീറ്റർ ചൂണ്ടിക്കാട്ടി. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഗവൺമെൻറ്റിന് ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഗവൺമെൻറ് റിമാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഉദ്യോഗസ്ഥരെ കൊണ്ട് ബഹുമാനപ്പെട്ട ഫിഷറീസ് വകുപ്പ് മന്ത്രി ചെയ്യിക്കണം. ഇപ്പോൾ കൃത്യമായിട്ടും ഗവൺമെൻറ് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഈ സാധനം വന്നിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. അത് മത്സ്യത്തൊഴിലാളികൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യമായ ഇടപെടലുകൾ ഈ സമരം നടന്നത് മൂലം ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിക്കും. മെയ് 15-നകം മുതലപ്പുഴയിലെ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നേരത്തെ ചേർന്ന സംയുക്ത യോഗത്തിലുണ്ടായ ധാരണ. സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തിയതോടെ പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടാകുമെന്നാണ് പ്രദേശവാസികളുടെയും പ്രതീക്ഷ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.